വൈകിട്ടല്ല 3:30 വരുന്നത്. വൈകിട്ടല്ലേ അത്? അങ്ങനെ വെയില് മുഴുവൻ. ശ്യാമളോട് കൊണ്ടുതരാൻ പറയടി എന്നാ. അറിയത്തില്ല. അതുകൊണ്ട് കുട കൊണ്ടുപോകണം. പോ നാളെ എടുക്കാന്ന്. വെള്ളം കുടിക്കാതിരുന്നാ നല്ല സുഖമായിരിക്കും കേട്ടോ. അവിടേക്ക് സംഭവിയേ. ഓട്ടോ വന്നു. അടുക്കളയോ? നീ അവിടെ എന്റെ അലമാരി ഒന്നും അല്ലത്. പിന്നെന്താ എന്റെ അലമാരിയാന്ന്. സത്യം. അയ്യോ അതിന്റെ കയ്യൊന്നും പോകാതെ. അതൊക്കെ കിട്ടി അലമാരി. അലമാരി അല്ല ഇത്. ഇത് ഫ്രിഡ്ജ് വെട്ടിയാ കുഞ്ഞേ. അലമാരി ഒന്നും അല്ല. അല്ല നീ വന്നേ കുഞ്ഞിങ്ങി വന്നേ. ഇഷ്ടപ്പെട്ട ചായ ഉണ്ടാക്കാം. പിന്നെ ചായ പപ്പടം ഉണ്ടാക്കാം. പിന്നെ ഒരു ടി വി വെച്ചിട്ട് ഒരു ഗൂഗിൾ വെച്ച് പിന്നെ എനിക്ക് എല്ലാം കൂടിയിട്ട് നാട്ട് എന്നിട്ട് എല്ലാവർക്കും കൂടി ടി വി വെക്കണം. എന്നിട്ട് ടി വിയും വെക്കാം. എല്ലാം വെക്കാം. തിരിക്കാവോ? അവിടെ തിരിക്കാവോ? അവിടെ തിരിക്കത്തില്ലേ? ഞാൻ ചേട്ടാ എടുത്തോണ്ട് വരുമായിരിക്കും. ഇല്ല പറഞ്ഞില്ല. ഇത് മറ്റേ നല്ല സാധനമുണ്ടോ? ഇരിക്കാവോ? എടുത്താ കുമാറിൻ്റെ അത് കൊണ്ടുതരാം. ഇത് നമ്മൾ മറ്റേ എടുത്തോണ്ടിരുന്നല്ലോ, എടുത്തോണ്ടിരാൻ പറ്റിയത്. നല്ല വെയിറ്റാ. വണ്ടിക്കൂലിയോ? വേണ്ട, അത് കൊണ്ടുതരും ഇവിടെ. ഇതുപോലത്തെ ഒരു 100 എണ്ണം വേണം. ഇതുപോലത്തെ ഒരു 100 എണ്ണം വരണമായിരിക്കും അല്ലേ ഏട്ടാ? 100 ഒന്നും വേണ്ട. ഞാൻ ഒരു ശാളം എടുക്കാൻ പോയതെന്നു. വേണ്ട അവിടെ മര്യാദക്കിരുന്നോ. കുമാർ ഇവിടെ കൊണ്ട് വിട്ട് തന്നിട്ട് പോയി. അതിന് ചെറിയൊരു മുട്ടുണ്ട് മണ്ടല്.
അമ്മേ ഞാൻ തൂക്കാം, അമ്മ ഒന്ന് കോരി തന്നാൽ മതി എനിക്ക്. ഇത് ഞാൻ തൂത്തോളാം, അമ്മ വാരി തന്നാൽ മതി. കളഞ്ഞമ്മേ. ഇതവർ അവർക്കത് വേണ്ടേ അന്നേരം? മൊത്തത്തിലാണോ തരുന്നല്ലേ? ശ്യാമളമ്മ എന്നെ എടുക്കുക അമ്മേ. യോ എൻ്റെ കുഞ്ഞ് ഇപ്പം പോയാൽ നടക്കണ്ടോ? അതാ പറഞ്ഞ ഇവിടെ വന്ന് നിൽക്കരുത് എപ്പോഴും. നമ്മളോട് പോയി എടുക്കാൻ പറയാം. ഹലോ അല്ല എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടാവും ടീച്ചറെ. കേക്ക് തിന്ന് മടുത്തിരിക്കുക. ഇഷ്ടംപോലെ കേക്കായിരുന്നു. ഇനി ഒരെണ്ണം മുറിക്കാനും കൂടെ ഉണ്ട്. കേക്കല്ലാതിരുന്നാൽ മതിയായിരുന്നു. നീ മേടിക്ക. ടീച്ചറമ്മ എന്താ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇല്ല, വണ്ടി വരും. നമ്മുടെ വീട് വരെ ഉള്ളു വഴിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പം എന്തോ ടൗൺ ബേക്കറിയിൽ നിന്ന് എന്തോ കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഷാമ്പോയ്ക്ക്. റിമോട്ട് എടുത്തോണ്ട് വന്നേക്കുന്നു പന്നപ്പെണ്ണ. നീ പോയി മേടിക്കുന്ന മേടിക്കണേ ഓട്ടോന്ന്. എന്നാന്നറിയത്തില്ല. നിക്ക് വണ്ടി വരട്ടെ. പോയി മേടിച്ചോ. വീണ്ടും കേക്ക്. എൻ്റെ പൊന്നോ, എത്രാമത്തെ കേക്കാടി ഇത്? എത്രാമത്തെ അടി? 10ഓ 15ഓ? ഇത് എത്രാമത്തെ കേക്കാന്നറിയോ? അതിൻ്റെ ആള് ടീച്ചറമ്മ. ടീച്ചറമ്മ എനിക്കിപ്പോ മുറിക്കാൻ നിൽക്കേ. നാരായണി ഇപ്പൊ വരുന്നേ 2:08 3:30 ആകുമ്പോൾ നാരായണി വരും. അന്നേരം ഇത് പോകുന്നേ. ഇവിടുത്തെ പൈങ്ങനെ ചേട്ടനാവുന്ന അരി ചിലപ്പം വണ്ടി ഞാൻ എടുത്തു തരാം. കേൾക്കണതിന് ഇത്രയൊക്കെ പൈസ കേക്കായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതിന് ഇപ്പൊ എടുക്കണമെന്നോ അല്ല പോകുന്നു പറഞ്ഞു. പോവല്ല മുറിച്ചേക്കാം. ഫ്രിഡ്ജില്ലല്ലോ വെക്കാൻ. ഫ്രിഡ്ജ് അല്ല, ഫ്രിഡ്ജിന്റെ പെട്ടി ഇഷ്ടം പോലെ ഫ്രിഡ്ജിന്റെ പെട്ടിയുണ്ട്.
ഇതെന്നാ കുട്ടികളാണ് ഒട്ടിച്ചേക്കുന്നത്? ഇതിന്റെ പുറത്തോട്ട് 2 ഒട്ടിച്ചാൽ പോരെ? ഷാമ്പൂയെപ്പോ കൊച്ചൊന്നും അറിയത്തില്ലേ? സമയമില്ല. ഇതുവരെ കഴിക്കാത്ത അങ്ങനെയല്ല, ചിക്കൻ പൊട്ടിക്കണം. ടീച്ചറമ്മയുടെ ബർത്ത്ഡേ അല്ല, നിന്റെ ബർത്ത്ഡേക്ക് ടീച്ചറമ്മ ബർത്ത്ഡേക്ക് ഒന്നും തന്നില്ല. അപ്പൊ ബർത്ത്ഡേക്ക് ടീച്ചറമ്മയുടെ പിറന്നാൾ കഴിഞ്ഞു. മോനല്ല വിഷ് ചെയ്തു, മറന്നുപോയോ? ടീച്ചറോടെ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അടുത്തത് അടുത്തത് പെണ്ണാളെ ടീച്ചറമ്മ എവിടെ? അമേരിക്കയിലാണോ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയറിന്റെ ഞാൻ മുറിക്കാം. ഓ ആയിക്കോട്ടെ, നിക്ക്, ഞാൻ ഒന്ന് ശരിയാക്കി തരാം. വേണ്ട, നമുക്ക് കൈ കൊണ്ട് കിട്ടാം. എന്നിട്ട് ഞാൻ ശ്യാമളയുടെ കൈ കൊടുക്കും. ഹാപ്പി ബർത്ത്ഡേ ടീച്ചറമ്മ, ഹാപ്പി ബർത്ത്ഡേ ടീച്ചറമ്മ, ഹാപ്പി ന്യൂ ഇയർ അമ്മനെ. ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ പറയടി. ഹാപ്പി ന്യൂ ഇയർ. അല്ല, ടീച്ചറമ്മയ്ക്ക് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാൽ മതി. ടീച്ചറമ്മയ്ക്ക് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. മുറി വേഗം സമയമില്ലേ? തിരക്കാണോ? ടീച്ചറമ്മ എന്ന് പറ. ടീച്ചറമ്മയ്ക്ക് അയച്ചതാ. മുറിക്ക് നീ മുറി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയറിന്റെ ആണേ. ന്യൂ ഇയർ ആണേ. ബർത്ത്ഡേ പറയല്ലേ? എടുക്കണേ. അയ്യോ, ഹാപ്പി ന്യൂ ഇയർ ടീച്ചറമ്മ. പറഞ്ഞ മോനെ, ടീച്ചറമ്മയില്ലേ മോനെ പഠിച്ചു കേക്ക് മുറിക്കാൻ. മിടുക്കി. മിടുക്കൻ. ഒരു പാത്രം കൂടെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ 2025 പിറന്നാളാ. നല്ല കഴിക്കാൻ പറ്റുന്ന ശ്യാമളമ്മ പറഞ്ഞ എടുത്തു വെക്കാൻ ബാക്കി. കേട്ടോ, കഴിക്കാൻ പറ്റുന്ന പോലെ അല്ലേ? മറ്റേ കൂട്ടൊന്നുമല്ല. ആ, ഇത് കഴിക്കാൻ പറ്റും. ഇനിയും വേണോ? വേണ്ട. തരാം. ഇല്ല, അവളെ കഴിക്കട്ടെ. ഏഹ്, അവളത് കഴിക്കട്ടെ. അവള് കഴിച്ചിട്ട് പോകും. അത് കഴിച്ചിട്ട് തരാവേ. നാരായണിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ആരുടെ ഹാപ്പി ന്യൂ ഇയർ ഉണ്ടേ? ടീച്ചറമ്മ. ടീച്ചറമ്മ. ടീച്ചറമ്മ അല്ല, ആരാ നിർത്തില്ലേ? ടീച്ചറാ. അവൾക്കറിയാം നമ്പർ കൊടുക്കുന്നത്. ഇപ്പം എത്രാമത്തെ ആയിരിക്കും? ഓർമ്മയുണ്ടോ? അന്നെ നോക്ക്. 6, നാരായണിക്ക് 7, 8. ഏകദേശം 10 അല്ലേ? 10 അല്ല 11. അവര് വന്നപ്പോ ഒരു കേക്ക് കൊണ്ടുവരും പെമ്പിള്ളേര്. എല്ലാം അടച്ചിട്ടാണ് അവനെ. കേക്ക് തിന്ന് മടുത്തിരിക്കുമായിരുന്നല്ലോ. ഈ കേക്ക് ഒരു വെറൈറ്റി ആയിരുന്നല്ലേ? മടുപ്പില്ലായിരുന്നു. കേക്ക് എന്ന് വെച്ചാൽ നല്ല നമുക്ക് മറ്റേ കേക്ക് ഇച്ചിരി കഴിക്കുമ്പോ അങ്ങോട്ട് ഇതാവും. പക്ഷെ ഇത് എത്ര എണ്ണം കഴിക്കാം. അപ്പേ ക്രിസ്മസ് എന്തേ? ക്രിസ്മസ് അല്ല, ന്യൂ ഇയർ ആണ്. 6 ദിവസം. ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ക്രിസ്മസ്. കഴിഞ്ഞ ബുധനാഴ്ച. എന്റെ കൂട്ടുകാരില്ലേ നമ്മൾ കാശ് കൊടുത്ത് ഒരു കേക്ക് പോലും മേടിച്ചില്ല. അല്ല, പിന്നെ നമ്മള് കാശ് കൊടുത്ത് അങ്ങനെ വലിയ ഇങ്ങനത്തെ സാധനം അങ്ങനെ കഴിക്കാറില്ല. ക്യാറ്റ് മേടിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ. ശ്യാമളമ്മ ഒരെണ്ണം മേടിച്ച്. കൊടുത്ത് ഞാൻ കേക്ക് മേടിച്ചു. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതൊന്നുമില്ല, ശ്യാമളമ്മ ഒരെണ്ണം മേടിച്ചോണ്ട് വന്നില്ലായിരുന്നോ? അതിനകത്ത് മേടിച്ചോണ്ട് വന്നേ. ചക്കയുടെ നീയല്ലേ പറഞ്ഞ നമ്മുടെ ബീട്രൂട്ട് കേക്ക്? അത് ഞാൻ പറയുമ്പോഴല്ലേ മേടിക്കാൻ, പറയുമ്പോ മേടിച്ചാൽ മതി എന്നാ പറഞ്ഞേ. പക്ഷെ 110 രൂപ ഇട്ട് കൊടുത്തേ പാവത്തിന്.
ആർക്ക്? എനിക്ക് പനിക്കുന്നുണ്ടോ? നിങ്ങൾ വല്ല അറിയുന്നുണ്ടോ കോപ്പ്? ഇന്നും കിട്ടി, ഇന്നും ഒരു സംഭവം കിട്ടി. പാട്ട് വല്ലതും കേട്ടായിരുന്നു നിങ്ങള്? ഏത് പാട്ട്? നീ പാട്ട് പാടിയായിരുന്നു സ്കൂളില്? നീ പാട്ട് പാടിയായിരുന്നോ? ഞാൻ പാടിയതല്ല. അലക്സ LED ഓൺ. എന്നത്? ഞാൻ വന്നിട്ട് വിളിക്കാനേ. പിന്നെ എന്തേ? അതുപോലെ എനിക്ക് അത് നിനക്കുള്ളത്. പിന്നെ അത് മണക്കാൻ പോലും ഇല്ല. എന്താണല്ലോ മൊത്തം ആവശ്യത്തിനായിട്ട് അങ്ങനെ പറയരുത്. യൂണിഫോം മാറി. ഞാൻ വേഗം പോയി എവിടെ എന്താണെന്നൊന്നും ചോദിക്കത്തില്ല. എടി അതേ മെൽറ്റായി പോലെ. നീ വരുമ്പോ ഞാൻ പറഞ്ഞാ നീ വരുമ്പോ. പക്ഷെ അത് അന്നേരം ഇതായി പോയല്ലേ. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഫോറസ്റ്റ് അത്. എന്നാ വൈറ്റ് ഫോറസ്റ്റ്. അതാണോ കുറച്ച് ചെടിയും കായൊക്കെ ഉണ്ടായിരുന്നത്? ഫോറസ്റ്റിനകത്തായ കൊണ്ടാ. മരം എല്ലാം ഉണ്ടായിരുന്നു. കുരങ്ങ്, പട്ടിയോ കാട്ടിലോ? അതുണ്ടായിരുന്നു. പക്ഷെ സ്കൂളിൽ പോയിക്കായിരുന്നു. അതെ, അതുകൊണ്ട് ഞങ്ങൾ അപ്പനിവിടെ ഉണ്ടായിരുന്നല്ലോ സ്കൂളിൽ പോയിട്ട്. ശ്യാമ വെച്ച് വാങ്ങിച്ചിടത്തവരല്ലോ ഡെക്കറേറ്റ്. കറക്റ്റ് അല്ലേ? അതുപോലെ കേൾക്കുന്നില്ലാത്തോണ്ട് ഒരു കുഴപ്പമില്ല. ഇതുണ്ടോ ദേഷ്യപ്പെട്ട് ഉറക്കി. വെള്ളം ഇല്ലാത്തോണ്ട് 3 ദിവസം പിന്നെ അത് വള്ളി പറഞ്ഞാൽ മതി. ആറ്റി പോവും അപ്പം. പിന്നെ എനിക്ക് ആറ്റിപ്പോണ്ട കാര്യമില്ല. ഇപ്പൊ ഈ വർഷം പോകുന്നില്ല. ആറ്റിപ്പോകുന്ന സമയം അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ഒറ്റൊരു മുങ്ങല മൂന്നെ. ഞാൻ പോകും, എനിക്ക് വൈകിട്ടൊക്കെ മുങ്ങും. എന്നോട് വരുന്നതൊക്കെ എങ്ങോട്ടായി പോകുന്നത്? പയ്യൻ എത്ര പേര് കിടക്കുന്നു ചോദിച്ചേ? ആ താഴ്വായിട്ട് കിടക്കണം. എന്താ അല്ല പഠിപ്പിച്ചില്ല. ഫസ്റ്റത്തെ കുറെ പീരീഡ് ഇങ്ങനെ പോയി. അകപ്പെടെ 4 പീരീഡ് ഇല്ലല്ലോ ഉള്ളൂ. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോ ഒരു പീരീഡ് കഴിഞ്ഞ് ഫുള്ള് ഗാനങ്ങൾ എന്തോ കഥയൊക്കെ എഴുതിയിട്ട് അച്ഛന്മാരൊക്കെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾക്ക് പാട്ടാണ്. ന്യൂ ഇയർ പരിപാടിയാണോ സ്കൂളിൽ? ടീച്ചർമാരുടെ ഡാൻസ് കോളേജിലൊക്കെ ആയിരുന്നു ഇപ്പൊ കാണാൻ. ടീച്ചർമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നല്ലേ? ആണോ? കുറച്ച് ഷാമ്പു വയ്ക്കും കൂടെ ഇച്ചിരി വച്ചേക്ക്. പിന്നെ ബാക്കി വേണേ വെച്ചിട്ടുള്ളത് വേണമെങ്കിൽ അപ്പയ്ക്കോ ജയമ്മയ്ക്കോ ഷാമ്പു എല്ലാവർക്കും മൊത്തം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബാക്കി പിന്നെ കഴിച്ചാലും മതി. എൻ്റെ ചോറ് എടുത്തിടണം കേട്ടോ. ചെകിടിക്കുന്നില്ലെന്ന്. ആ അതാണ് ഇപ്പൊ പ്രശ്നം. ചെകിടിക്കുന്നില്ലെന്ന്. തിന്നിട്ടിരിക്കുവത് വേണ്ടേ? എന്താ പറയുന്നത്? ഉദ്ദേശിച്ചിടത്തോടൊന്നും അല്ല കത്തുന്നത്. കാറ്റ് ഒന്നും സംഭവിച്ചില്ല. പാല് കാച്ചു പോലെ താഴെ പോവല്ല. അതൊന്നും പൊട്ടുന്ന സാധനമല്ല. ഓ കത്തി കേട്ടോ. ആണോ? കേട്ടോ ഒച്ച കേട്ടോ. അതങ്ങനെ കത്തുള്ളൂ. അതില്ലായിരുന്നു ശകലമുള്ള.
കിരികിരി ഇങ്ങനെ തരി വരണ്ടാണേ, പക്ഷെ അത് വരുന്നില്ല. എന്നറിയോ? ഉണ്ടോ? ആ അത് തന്നെ. ചെറുപ്പത്തിൽ ഇതായിരുന്നു പരിപാടി. ആ ഒരു കൂടുണ്ടോ? കഴിഞ്ഞില്ലേ? ഇത് പൊട്ടാത്ത പോയ വടക്കമെല്ലാം കൂടെ കൂട്ടി പൊട്ടത്തില്ലേ? ഇത് അങ്ങനെ കത്തത്തുള്ളൂ. കണ്ടോ? അതെങ്കിലും ചാമ്പളമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ. അതാ പറഞ്ഞേ കൊടുക്കണമെന്ന്. ഞാൻ അമ്മയ്ക്ക് തന്നു, അപ്പയ്ക്ക് കൊടുത്തു. അമ്മയ്ക്കൊക്കെ വായി വെച്ചോ. ഞാൻ കൊടുത്ത് പഠിക്കല്ലാർക്കും കേട്ടോ. ആഹാര സാധനം കൊടുത്ത് പഠിക്കണം. ഇത് ബീട്രൂട്ട്. ശ്യാമളമ്മയ്ക്ക് കിഴക്ക് കിട്ടില്ലെന്ന് പറഞ്ഞ് പണങ്ങിയിരിക്കുകയാണ് നാരായണി. അതുകൊണ്ട് ശ്യാമളമ്മയെ തിന്നത്തില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം തിന്നുമെന്ന്. ആഹാ ഒന്നറിയണമല്ലോ. കണ്ടോ 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 മണപ്പിക്കും. അങ്ങനെ മണം വരട്ടെ. നാല് മതി. 1 വയസ്സുള്ള കൊച്ചിനോട് പിണങ്ങുന്ന ആങ്ങളുടെ പെങ്ങളാണ്, മറക്കരുത്. 56-ാമത്തെ വയസ്സിലും 1 വയസ്സുണ്ടോ? ഉണ്ട്. കുഞ്ഞിനോട് പറയുന്നത് വിളിച്ചപ്പോ ചെന്നില്ല. കൈ നീട്ടും. വാസിക്കുട്ടോ എന്ന് പറഞ്ഞാൽ ശശിമ കൈ നീട്ടി. വാസി എന്നില്ല. 1 വയസ്സ് അങ്ങനെ ഉള്ളവന്. പുള്ളി എത്ര ദിവസം പണങ്ങിയായിരുന്നു കൊച്ചിനെ. അപ്പൊ പിന്നെ ഓഫ് ചെയ്തേക്കടേ. പിന്നെ കൊച്ചാണ് ഓഫ് ചെയ്യുന്നത്. ഉണ്ടാക്കിയില്ല. നല്ല ശ്യാമളമ്മയുടെ ബർത്ത്ഡേക്ക് പറഞ്ഞു കേൾക്കുന്നില്ല കേട്ടോ. വേണ്ട ചേട്ടാ, ആരെങ്കിലും പറഞ്ഞാൽ കൂടി പിന്നെ അത് അടുത്ത വർഷം പിറന്നാളുണ്ടാവത്തില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞേ. കാക്കമ്മയുടെ പിറന്നാള് പാവം. ഓക്കെ ഗൂഗിൾ, ഓക്കെ ഗൂഗിൾ. Newborn. Alexa. Hello there. How can I be of service? Tube on. കേട്ടോ നീ വന്നു. അമ്മയ്ക്ക് കൊടുക്കാം ആദ്യം. നോക്കാം കഴിക്കാൻ നോക്കാം. ആർക്ക് ചായ ഒന്നും ആയില്ല. പോയടി ചായ ഇടണം. ഒരാൾ അവിടെ പഴങ്കഞ്ഞി കിട്ടും. Clean the house before lighting the lamp. നിന്റെ വീതം കൂടെ ശ്യാമയ്ക്ക് കൊടുക്കും കേട്ടോ. നീ കൊടുക്കാന്നുണ്ട് പിണങ്ങി. ആണോ? അപ്പയ്ക്ക് ഞാൻ തന്നില്ല. അപ്പൊ എന്റെ വീതം തന്നേക്കെ. ഒരു വിഷയമില്ല. നിന്റെ വീതം കൊടുത്തോണ്ടാ മേടിച്ചേ. അമ്മ അപ്പൊ അപ്പയും തിരിച്ചു തരണ്ടേ? അമ്മേ തരണം. വേണ്ട ഷാമ്പൂടെ മാത്രം അമ്മയും തരണം. അവർക്ക് കൊടുക്കണം ആദ്യം എപ്പോഴും. നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ തന്നില്ലേ? ഷാമ്പൂക്ക് ഒരു പീസ് പറഞ്ഞു. മണവൊരു പീസ് ഇനിയില്ല. ഒരു പീസ് പോയി. നിന്റെ ഒരു പീസ് പോയി കേട്ടോ. അല്ലെങ്കിൽ ആ കുത്തി കൊടുക്കണ്ട. എന്ന് വെച്ചാ കേക്കും ചോക്ലേറ്റ്സും നോക്കാം. അത്ര ആവശ്യമുള്ളവരൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ തിന്നാം കേട്ടോ. ഞാൻ അന്ന് വീർമ്മ ചെന്നുള്ളൂ. പിന്നെ നാരായണിക്ക് 2 അല്ലേ? പിന്നെ നിന്റെ ഇല്ലേ നമ്മളൊക്കെ എടുത്തേ. ഞാൻ ഇപ്പൊ തന്നത് തിരിച്ചു തന്നേക്ക്. പാത്രം ആ പ്ലാസ്റ്റിക് എടുത്തേ.
ഇത്രയും പോരെ? ചെറുതാണല്ലോ. ചെറുതാണോ? ഇതിട്ടാ പോയടി. ഇത് നോക്ക്, ഇത്രേ ഉള്ളൂ. ഈ പാത്രം തരുന്നില്ല പോയത്. അതുപോലെ എനിക്കല്ലേ പാത്രം ശബരിമലയിലെ സ്ത്രീകളെ കേട്ട കാര്യം എന്നാന്നറിയോ? കേൾക്കുന്നുണ്ടോ? അമ്മമാരെന്ന് പറഞ്ഞ അമ്മമാരെ വരുമ്പോഴേക്കും ഭഗവാൻ എണീറ്റ് കൊടുക്കണം. അത്രയ്ക്ക് സ്ത്രീകളോടുള്ള ഇതാ. അമ്മയാണ് അല്ലെന്ന്. ഈ ഇത്ര വയസ്സായത് കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കാൻ പറ്റുന്ന അമ്മമാര് അവർ അത്രയും വലിയ മൂല്യമായിട്ട് കരുതുമ്പോ ഭഗവാൻ വരുമ്പോ ഭഗവാൻ എണീറ്റ് കൊടുക്കണം. അച്ഛനും അമ്മയും വരുമ്പോ അതല്ല അച്ഛനും അമ്മയും കേരള വരില്ലെന്ന പുള്ളി പറയത്തില്ലേ? മണ്ടത്തരം പറയരുത്. അങ്ങനെയാ. ബർത്ത്ഡേ വായി വെച്ചോന്നുണ്ടോ? ബീട്രൂട്ടാ കണ്ടുപഠിക്കാൻ. അപ്പയ്ക്ക് തരം തന്നെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് അലമുണ്ടാക്കി ഇത്ര നേരം. അപ്പയ്ക്ക് തന്നതിനല്ല, പിന്നെ അതാ ഇത്ര നേരം കൊടുക്കാതിരുന്നേനാ. ചോദിച്ചിട്ട് പറഞ്ഞു കൊടുത്തല്ലോ. എന്നോട് ചോദിച്ചോ? അപ്പൊ ചോദിച്ചോ? ചോദിക്കാതെ തന്നെ കൊടുക്കാനുള്ള ഇത് വേണം മനസ്സ്. ചോദിച്ചപ്പോ നീ അടുത്ത് പറഞ്ഞു തന്നെയാണല്ലോ. ഓ അത് പൊന്നോ. ആണോ? അമ്മ അത് ഞാൻ കൊടുക്കാത്ത കുളിക്കുന്നതിന് മുമ്പ് വേണ്ട അമ്മ പറഞ്ഞത്. ഭയങ്കര കാറ്റാ വെളിയിൽ. ഇത്ര നാൾ ഇവിടെ വന്നിട്ട് ഇതുപോലത്തെ കാറ്റടിച്ചിട്ടില്ല. അതുപോലെ കാറ്റാ. ഈ മുളയുടെ കമ്പൊക്കെ ഒടിഞ്ഞു വരണം.